വെൽക്കം ടു ഹാപ്പി ലൈഫ് ടി വി. ഒരു ദിവസം ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരാണ് നാം. നാട്ടിൽ വരുന്ന പുതിയ ഡെവലപ്മെൻറ്റ്സിനെ കുറിച്ച്, നമ്മുടെ നഗരങ്ങളിൽ വരുന്ന മെട്രോയെക്കുറിച്ച്, രാഷ്ട്രീയ സംഭവ വികാസങ്ങളെക്കുറിച്ച്, പുതിയ സാഹിത്യ കലാസൃഷ്ടികളെക്കുറിച്ച്, പുതിയ കോഴ്സുകളെക്കുറിച്ചും പുതിയ സ്ഥാപനങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തകൾ ഒരു ദിവസം മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ദിവസം ഏകദേശം 36,000 മുതൽ 60,000 വരെ ചിന്തകളാണ് ഒരു മനുഷ്യൻ്റെ മനസ്സിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത്രയധികം ചിന്തകൾ കടന്നു പോകുന്നതിൽ ബഹുഭൂരിപക്ഷം വരുന്ന ചിന്തകളും മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളുടെ എണ്ണം വളരെയധികം കുറവായിരിക്കും. ലോകത്ത് കേവലം 3% ജനങ്ങൾ മാത്രമാണ് സ്വന്തം ലക്ഷ്യങ്ങൾ എഴുതി തയ്യാറാക്കി സൂക്ഷിക്കുന്നത്, അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. എന്തുകൊണ്ടാണ് നാം ഇങ്ങനെ നമ്മുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ ലൈഫിനെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് നാം ചിന്തിക്കാത്തത്? ഒരിക്കൽ ഒരു മാസ്റ്റർ യുവർ മൈൻഡ് എന്ന് പറയുന്ന ഒരു വർക്ക്ഷോപ്പിൽ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്യുന്ന ഒരു ഭാഗമെത്തിയ സമയത്ത് ജീവിതത്തിൻ്റെ 6 മേഖലകളിലുള്ള 10 വർഷം കഴിഞ്ഞ് അപ്പുറത്തുള്ള ലക്ഷ്യം സെറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, എഴുതാൻ പറഞ്ഞ സമയത്ത് കണ്ണ് വീഴ്ച നോക്കി നിൽക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. നാം പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുമ്പോഴും സ്വന്തം ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക. ജീവിതത്തിൽ എപ്പോഴും 2 രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക, അല്ലെങ്കിൽ ജീവിതത്തോടുള്ള നമ്മുടെ നിലപാട് 2 രീതിയിലായിരിക്കും. ഒന്ന്, ലെറ്റ് ഇറ്റ് ഹാപ്പൻ, സംഭവിക്കുന്നതൊക്കെ സംഭവിക്കട്ടെ, വരാനുള്ള ഒന്നും വഴി തങ്ങില്ല, അത് വരട്ടെ, വഴി വെച്ച് കാണാം എന്ന് പറയുന്ന ഒരു നിലപാട്. മറ്റൊന്ന്, മേക്ക് ഇറ്റ് ഹാപ്പൻ. അങ്ങനെയല്ല, ഐ മേക്ക് മൈ ലൈഫ് ഹാപ്പൻ. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ ലൈഫ്, അത് എനിക്കാണുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണ്, അത് ഞാൻ ഏറ്റെടുക്കുന്നു. ആ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഐ മേക്ക് മൈ ലൈഫ് ഹാപ്പൻ, എൻ്റെ ജീവിതം തീരുമാനിക്കുന്നത് ഞാനാണ്. ഈ രണ്ടാമത്തെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ വലിയ ഉയരങ്ങളിലേക്ക് പോകുന്നത് എന്ന് നാം പല അനുഭവങ്ങളിലൂടെയും കണ്ടിട്ടുണ്ട്. സോ ടേക്ക് എ നോട്ട് ബുക്ക് ആൻഡ് റൈറ്റ് യുവർ 10 years goal. ഒരു നോട്ട് ബുക്ക് എടുത്ത് നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുക. നിങ്ങളുടെ 10 വർഷം അപ്പുറത്തേക്കുള്ള നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരിക്കും, 10 വർഷം കഴിഞ്ഞ് നിങ്ങളുടെ ഫാമിലി ലൈഫ് എങ്ങനെയായിരിക്കും, ബിസിനസ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും, പ്രൊഫഷണൽ മേഖലയാണെങ്കിൽ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ പേഴ്സണാലിറ്റി എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ആരോഗ്യകരമായ ജീവിതം എങ്ങനെയായിരിക്കും, തുടങ്ങിയിട്ടുള്ള എല്ലാ മേഖലകളിലും ഒരു നോട്ട് ബുക്ക് എടുത്ത് 10 വർഷം അപ്പുറത്തേക്കുള്ള ജീവിതങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിവിധ മേഖലകളെക്കുറിച്ച് എഴുതി നോക്കൂ. അഭൂതപൂർവമായ മാറ്റങ്ങളായിരിക്കും നമുക്ക് കാണുവാൻ സാധിക്കുക. ഇത്തരത്തിൽ നിരന്തരമായി 1-2 തവണയല്ല, ലക്ഷ്യങ്ങളെക്കുറിച്ച് നിരന്തരമായി എഴുതുന്നത് അത് നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ആഴങ്ങളിലേക്ക് നമ്മുടെ ലക്ഷ്യങ്ങൾ നിറക്കുവാൻ, നമ്മുടെ ലക്ഷ്യങ്ങൾ അവിടെ ഇൻസ്റ്റോൾ ചെയ്യുവാൻ നമ്മളെ സഹായിക്കുന്നു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തിയിട്ടുള്ള പ്രഗത്ഭരായ മനഃശാസ്ത്ര വിദഗ്ധന്മാരൊക്കെ പറയുന്നത്. ലോകത്ത് വളരെ ഉന്നതമായ വിജയത്തിലേക്ക് പോയിട്ടുള്ള പ്രമുഖരായ ആളുകൾ മുഴുവനും ഈ 3% പെടുന്നു. ഈ 3% ആളുകളാണ് ജീവിതത്തിൽ കൃത്യമായ ഗോൾ സെറ്റ് ചെയ്തത്. മാത്രവുമല്ല, ഓരോ 6 മാസം കൂടുമ്പോഴും അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറ്റിക്കൊണ്ടിരിക്കുന്നു. കാരണം അവർ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ലക്ഷ്യം, ഈ ഗോൾ എന്ന് പറയുന്നത് അവർ നേടുകയും തുടർന്ന് കൂടുതൽ ഉയരങ്ങളിലേക്കുള്ള യാത്രകളിലാണ് അവർ ഓരോരുത്തരും ഉള്ളത്. സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ഓഫ് യുവർ ലൈഫ് ആൻഡ് മേക്ക് ഇറ്റ്. വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒറ്റ നോട്ടത്തിൽ ഒരു പക്ഷേ അവർ ധൈര്യവാന്മാരാണ് എന്ന് നമുക്ക് തോന്നാം. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. ജീവിതത്തോടുള്ള ഭയമാണ്, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നതിനുള്ള ഭയമാണ് വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നതിനെ നമ്മോട് പ്രേരിപ്പിക്കുന്നത്. സോ സ്വന്തം ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ലക്ഷ്യങ്ങൾ എഴുതി തയ്യാറാക്കി സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊടുത്ത് ഒരു നല്ല ജീവിതം സൃഷ്ടിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വിഷ് യു ഓൾ ദ ബെസ്റ്റ്. വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് ഹാപ്പി ലൈഫ് TV.